നാളെ തിരുവോണമല്ലേ? അപ്പോ എന്തൊക്കെയാ നമ്മുടെ പരിപാടികള്? പ്രത്യേകിച്ച് എന്താ, സദ്യ ഉണ്ടാക്കുക, കഴിക്കുക, അത്രയൊക്കെ തന്നെ അല്ലേ അമ്മേ? ആ അതെ, നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്തെങ്കിലും ആഘോഷിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാനും കൂടെയുണ്ട്. ഞങ്ങൾ എന്ത് പ്ലാൻ ചെയ്യാനാ? ആ സത്യം വന്നല്ലോ. എന്താ പ്ലാൻ ചെയ്യാൻ പറ്റുമെന്ന് സത്യനോട് ചോദിക്കാം. എന്താ? അല്ല, നാളെ തിരുവോണായിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കായിരുന്നു. നാളെ പ്രതിഭയെ പോയി കൂട്ടിക്കൊണ്ടുവരണം, അതാ എന്റെ പരിപാടി. അപ്പോ ഇന്ദ്രനോ? അത് ഞാൻ ആ ഇന്ദ്രൻ എന്ത് ചെയ്യാന്, നമ്മുടെ കൂടെ ഇവിടെ തന്നെ ഉണ്ടാവും. അല്ലമ്മേ, പഞ്ചരത്നത്തിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങോട്ട് പോകണം. നീ എന്തിനാണ് പഞ്ചരത്നത്തിൽ പോന്നേ? അവിടെ നിന്റെ ആരാ ഉള്ളത്? ഇന്ദ്രേട്ടൻ പോയിട്ട് വരട്ടെ അമ്മേ, എല്ലാ വർഷവും അവിടെ പോകാറുള്ളതല്ലേ. അതുപോലെയല്ലല്ലോ ഈ വർഷം. അവളുമായിട്ടുള്ള എല്ലാ ബന്ധവും ഇവൻ അവസാനിപ്പിച്ചതല്ലേ. പിന്നെ എന്തിന്റെ പേരിലാടാ നീ അങ്ങോട്ട് പോന്നേ? എന്തൊക്കെ പറഞ്ഞാലും വിച്ചുമോന്റെ അച്ഛനല്ലേ ഇന്ദ്രേട്ടൻ. ആ ബന്ധം ഉപേക്ഷിക്കാൻ കഴിയുന്നല്ലോ. അത് ശരിയാ. ഒരു ശരിയുമില്ല. ഇന്ദ്രൻ എവിടെയും പോകുന്നുമില്ല. ഇവന് ഞാനാണോ വലുത് അവരാണോ വലുതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഇന്ദ്ര, എന്റെ വാക്ക് ധിക്കരിച്ച് നീ പോകൂ ഇന്ദ്ര. എടാ, അമ്മ എന്തിനാ എങ്ങനെ ഇന്ദ്രേട്ടനെ വിഷമിപ്പിക്കുന്നേ? ഞാൻ അവനെ എന്ത് വിഷമിപ്പിച്ചടാ? എടാ, അവന്റെ നല്ലതിന് വേണ്ടിയാ ഓരോന്നും പറയുന്നത്. അതാർക്കും മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ കുടുംബം ഒന്ന് കരകയറ്റിയെടുക്കാൻ ഞാൻ എന്തൊക്കെ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയൂ. നിങ്ങൾക്കൊക്കെ സ്വന്തം കാര്യത്തെക്കുറിച്ചുള്ള ചിന്ത മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ ഇന്ദ്രൻ അങ്ങനല്ല. ഞാൻ പറഞ്ഞാൽ അവൻ അനുസരിക്കും, എന്റെ വാക്കിന് വിലയും തരും. അതിനെന്താ, അതിന്റെ ഗുണം അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അതൊക്കെ ഇനി എല്ലാവരും കാണാൻ പോന്നേ ഉള്ളൂ.